കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വ്യൂ റേഞ്ചിൻ്റെ കാര്യമായിരുന്നു. നമ്മൾ ഇവിടെ എങ്ങനെ ഈ ഫൗണ്ടേഷൻ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ബോട്ടം എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോവുക. ബോട്ടം നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഏത് ലെവലിൽ നിന്നാണ് നമുക്ക് കാണേണ്ടത്, ഏത് ലെവൽ. ഇപ്പോൾ ലെവൽ 1 എന്നാണ്. ഇപ്പോൾ എനിക്കിവിടെ ലെവൽ 1 എനിക്ക് നിന്ന് കണ്ടാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഇത്തിരിയുടെ സൂം ഔട്ട് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഓക്കെ, നമ്മുടെ വ്യൂ റേഞ്ച് ഇതിൽ പോയിട്ട് വ്യൂ റേഞ്ച് എടുത്തു. നമ്മൾ ലെവൽ 1 തൊട്ടാണ് എനിക്ക് കാണേണ്ടത്. ലെവൽ 1 തൊട്ട് ഇങ്ങോട്ട് താഴോട്ട് കാണണം. അത് എത്ര ഓഫ്സെറ്റ്, ആ ലെവൽ 1 നിന്ന് മൈനസ്, അതായത് താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് യൂസ് ചെയ്യുക. അപ്പോൾ -100 ആണ് കൊടുത്തത്. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് നമ്മുടെ വ്യൂ ഡെപ്ത്ത് വരെ കിട്ടും. ആ വ്യൂ ഡെപ്ത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് ബോട്ടം ലെവലിൽ നിന്ന് എത്ര താഴോട്ട് കാണണം എന്നാണ് ഈ വ്യൂ ഡെപ്ത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 0 ആക്കുക. നിങ്ങൾക്ക് 0 ആക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഇത് കാണുന്നില്ല, കണ്ടോ, അത് പോയി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അൺലിമിറ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പ വഴി ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ അൺലിമിറ്റഡ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ വ്യൂവിൽ ഡിസ്പ്ലേ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ വ്യൂവിൽ എന്താണോ ആവശ്യം അതിനനുസരിച്ച് നമുക്കിവിടെ ഓഫ്സെറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ അൺലിമിറ്റഡ് കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ കൺവീനിയൻറ്റിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ഫൗണ്ടേഷൻ എങ്ങനെ വരയ്ക്കാൻ പഠിച്ചു. നമ്മൾ ഫൗണ്ടേഷൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ട്രക്ചറിൽ എന്ന് പറയുന്ന ഈ ടാബിൽ പോവുക. സ്ട്രക്ചർ എന്ന് പറയുന്ന ടാബിൽ പോയിട്ട് വോൾ എടുക്കുക. വോൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഫൗണ്ടേഷൻ ആ വോളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷനായിട്ട് വരും. ഫൗണ്ടേഷൻ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അതായത് നമ്മൾ നമ്പർ 2 ലെവലിൽ, നമ്മളിപ്പോൾ ലെവൽ 1 നിൽക്കുന്നത്, നമ്മുടെ ലെവൽ 2 പോയി നോക്കാം. ഈ ഫൗണ്ടേഷൻ ഇവിടെ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ചെക്ക് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ അണ്ടർലേ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നോക്കുക. അതിലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കുക. അതായത് ലെവൽ 1 ആണ് ഇതിൻ്റെ ബേസ് ലെവൽ. അതായത് ഞാനിപ്പോൾ ഇവിടെ WT ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. നമ്മുടെ എന്താ പറയുന്നത്, ഈ വിൻഡോ ടൈലായിട്ട് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ട് WT ആണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഞാൻ ലെവൽ 2 നിൽക്കുന്നത്. ലെവൽ 1 ആണ് ഇതിൻ്റെ അണ്ടർലേയുടെ ഫസ്റ്റ് ബേസ് എന്ന് പറയുന്നത്. ലെവൽ 1 ആണ്. ലെവൽ 7 ആണ് ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള കാര്യങ്ങളായിരിക്കും എനിക്ക് അവിടെ കിട്ടുന്നത്. പക്ഷേ ഈ വ്യൂ കൺട്രോൾ ചെയ്യുന്നത് വ്യൂ റേഞ്ച് എന്ന് പറയുന്ന ഈ സാധനങ്ങളുടെ വെച്ചിട്ടാണ്. അപ്പോൾ വ്യൂ റേഞ്ച് നമ്മൾ എടുത്ത് നോക്കുക. എടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വ്യൂ റേഞ്ച് ബോട്ടം എന്ന് പറയുന്ന പോർഷൻ ലെവൽ 1 ആണ് കിടക്കുന്നത്. പക്ഷേ ഈ ലെവൽ 1 നിന്ന് ലെവൽ ഡെപ്ത് എന്ന് പറയുന്ന സാധനം എത്ര, ലെവൽ 1 തന്നെയാണ് കിടക്കുന്നത്. അതായത് ഇത് രണ്ടും ഈ ഒരു 0 എന്ന് പറയുന്ന ഈ പോയിന്റിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് താഴോട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ അവിടുന്ന് എത്ര താഴോട്ട് കാണണമെന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ താഴോട്ടുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡിസ്പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്തു, അൺലിമിറ്റഡ് കൊടുത്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള വഴി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക. അൺലിമിറ്റഡ് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തു, നമ്മൾ ലെവൽ 2 പോലും നമുക്ക് ഇത് കാണാൻ പറ്റി. ലെവൽ 2 അതായത് ഇവിടെ നിന്നിട്ട് പോലും നമുക്ക് ഇത് കാണാൻ പറ്റി. അതായത് ലെവൽ 2 നമ്മൾ ഇവിടെ കട്ട് പ്ലെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ കണ്ടായിരുന്നല്ലോ. നമ്മൾ വ്യൂ റേഞ്ച് എടുത്തു കഴിയുമ്പോൾ ഈ കട്ട് പ്ലെയിൻ എന്ന് പറയുന്ന ഈ ലെവൽ 1 എന്ന് പറയുന്ന ഈ ലെവലിൽ നിന്ന് 2000 മുകളിലാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഈ ഓട്ടോഡെസ്കിൻ്റെ നമ്മുടെ ഹെൽപ്പ് ഫയലുണ്ട്, അതിലൊന്ന് നോക്കുക. ഇവിടെ വ്യൂ റേഞ്ച് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കാണിച്ചു തരും. വ്യൂ റേഞ്ച് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫൈൻഡ് ചെയ്ത് നമുക്ക് അതിനകത്തോട്ട് പോകും. കണ്ടോ, നമ്മൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, എൻ്റെ ഇത് മാത്രം കൊണ്ട് എല്ലാം ആവില്ല, ട്യൂട്ടോറിയൽ കൊണ്ട് എല്ലാം ആവില്ല. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ പരിശ്രമിക്കുക. അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ പഠിച്ചു. ഇനി ഫൗണ്ടേഷൻ്റെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് ഡയമെൻഷൻ ഇടുന്നു. ഡയമെൻഷൻ ഇടാനുള്ള പെട്ടെന്നുള്ള ഇത് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഈ ടൂൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഇതിലോട്ട് അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ ആ ഡയമെൻഷൻ്റെ സിമ്പിളാണിത്. അപ്പോൾ ആ ഡയമെൻഷൻ അവിടെ വരും. അപ്പോൾ എനിക്ക്
വേറൊരു കാര്യം കൂടെ, ഞാനിവിടെ ഇതാണ് ഫൗണ്ടേഷൻ. അപ്പോൾ ഞാൻ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൽ വരുന്നില്ല. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എടുത്തു, എന്നിട്ട് ഇതെടുത്തിട്ട് ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, സോറി, ഓക്കെ, അത് വരുന്നുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ഡയമെൻഷൻ ചെയ്യാൻ. അനോട്ടേറ്റീവ് എന്ന് പറയുന്ന ടാബിൽ പോവാം. അതിനകത്ത് അലൈൻഡ് എന്ന് പറയുന്നതും ലീനിയർ എന്ന് പറയുന്ന 2 ഡയമെൻഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. എനിക്ക് ക്വിക്ക് ആക്സസ് ആണ് എളുപ്പം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം വലിയ ടെക്സ്റ്റ് ആയിട്ടിരിക്കുന്നു. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൈസ്, അതിൻ്റെ സ്കെയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, എനിക്കിപ്പോൾ ഇത്രയും വരെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഫൗണ്ടേഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 300ഉം അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, എനിക്ക് 900ഉമാണ്. ഇതെനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഈ ഫൗണ്ടേഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എഡിറ്റ് ടൈപ്പ് എടുക്കുക. എഡിറ്റ് ടൈപ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു ഫൗണ്ടേഷൻ്റെ ഒരു പേരുണ്ടാക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഫൗണ്ടേഷൻ 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഫൗണ്ടേഷൻ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോഴത്തേണ്ട കണ്ടോ, നമ്മുടെ 900ഉം 300ഉം ഇവിടെ ഉണ്ട്. ഇതിനകത്ത് എഡിറ്റ് ബട്ടണും കാര്യങ്ങളൊന്നുമില്ല. അതിന് പകരം നമുക്ക് വിഡ്ത്ത് ഉണ്ട്, തിക്നെസ് ഉണ്ട്. അപ്പോൾ വിഡ്ത്താണ് നമ്മൾ ആ പ്ലാനിൽ കാണുന്ന ആ വിഡ്ത്ത് 900 എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ പ്ലാനിൽ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് 900. നമ്മൾ അതിനെ എന്ത് ചെയ്തു, നമ്മൾ 600 ആക്കി. ഓക്കെ, 600 ആക്കി ഇതിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇനിയും ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എനിക്ക് 450 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, 450 ആക്കി കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഇവിടെ 600 ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ തിക്നെസ് എന്ന് പറയുന്നത് കണ്ടോ, ആ എലിവേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമുക്കിനി ഇതെടുത്ത് നമുക്ക് ഇങ്ങോട്ടൊക്കെ ഫ്രണ്ടിലോട്ടൊക്കെ മൂവ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ഇച്ചിരി ഡയമെൻഷനൊക്കെ ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, നമ്മുടെ ചില വാൾസൊക്കെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് ലെവലിൽ പോയിട്ട് ലെവൽ 1 എന്ന് പറയുന്ന ഈ ലെവലിൽ പോയിട്ട് ഞാനൊരു വോൾ എടുത്ത് വരച്ചു. ഗ്രീൻ വോൾ എടുത്ത് വരച്ചു 400 mm തിക്നെസ്സിൻ്റെ. ഫൗണ്ടേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രക്ചറിനകത്ത് പോവുക. സ്ട്രക്ചറിനകത്ത് പോയിട്ട് വോൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുക്കുക. വോളിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷൻ അവിടെ ഡിസ്പ്ലേ ആവും. ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ നമുക്ക് ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ആ അണ്ടർലൈയും വ്യൂ റേഞ്ചും ഒന്ന് കാര്യമായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, എനിക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.